2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിദൂരമല്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ യു പിയിലെ മുന്നേറ്റം ഒരു പ്രധാന ഘടകം തന്നെയാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കോൺഗ്രസിന് നിലവിൽ യു പിയിലില്ല. അതിനുള്ള പ്രധാന കാരണമായി യു പി കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഗാന്ധി കുടുംബത്തിൻ്റെ അനാസ്ഥയാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടതോടെ യു പിയിൽ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. യു പിയുടെ ചുമതല ഏറ്റെടുത്തിരുന്ന പ്രിയങ്ക ഗാന്ധി ആവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനം വിട്ടമട്ടാണ്. ആകെയുള്ള സോണിയാഗാന്ധി അനാരോഗ്യം കാരണം ഇപ്പോൾ വിശ്രമത്തിലുമാണ്. അതുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും യു പിയിൽ തിരിച്ചു വരണം എന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ യു പി സംസ്ഥാന നേതൃത്വം വെക്കുന്നത്. ഗാന്ധി കുടുംബം യു പി രാഷ്ട്രീയത്തിൽ സജീവമായ പങ്ക് വഹിക്കണം. അതുകൊണ്ട് തന്നെ യു പി ജോഡോ യാത്രയുടെ ഭാഗമാകാൻ ഈ നേതാക്കൾ തയ്യാറാകണമെന്നും സംസ്ഥാന നേതൃത്വം അഭ്യർത്ഥിക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ യു പിയിൽ കോൺഗ്രസിനെ നയിക്കാൻ ഗാന്ധി കുടുംബം മുന്നിൽ ഉണ്ടാകണമെന്നതും സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ആണിക്കല്ലായിരുന്നു യു പി. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ യു പിയെ നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഗാന്ധി കുടുംബം യു പിയെ കൈവിട്ട മട്ടാണ്. ആ പഴയ കാലം തിരിച്ചു പിടിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യു പി സംസ്ഥാന നേതൃത്വം. 3ാം സ്ഥാനത്തുള്ള തെലങ്കാനയിൽ പാർട്ടിക്ക് ഭരിക്കാനുള്ള അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ യു പിയും ഞങ്ങൾക്ക് അന്യമല്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. എന്നാൽ അവർക്ക് വേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ഗാന്ധി കുടുംബം അവർ യു പിയിലെത്തണം. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള നേതാക്കൾ യു പിയിൽ ഇല്ലാത്തതാണ് യു പിയിലെ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്നുള്ള പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. തെലങ്കാനയിൽ മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിയ 4ഓളം നേതാക്കൾ ഉള്ളതുകൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ മിഷണറികൾ നന്നായി ചലിപ്പിക്കാൻ സാധിച്ചെന്നുള്ള പരാമർശവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും വന്നതായും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് നേതാക്കളെ വളർത്തിയെടുക്കാൻ യു പിയിൽ കഴിഞ്ഞില്ല എന്നുള്ള കുറ്റസമ്മതം തന്നെയാണ് രാഹുലിൻ്റെ ആ പരാമർശങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും യു പി സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.